അമ്മയോടൊപ്പം ഹോളിഫയർ മിനിസ്ട്രി ഒരുക്കുന്ന ആത്മീയ ശുശ്രൂഷയുടെ 31-ാം ദിനത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഒരുക്കത്തിൻ്റെ അവസാന ദിനങ്ങളിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ അവസാനത്തെ 3 ദിവസങ്ങളാണ് പ്രത്യേകിച്ച് നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങണം, ജീവിതം വിശുദ്ധീകരിക്കണം. ഇതാ ഇന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുന്ന വചനം, പ്രിയമുള്ളവരെ, നമുക്ക് നോട്ടിൽ നിന്ന് കുറിച്ചു വയ്ക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനം. വചനം ഇപ്രകാരമാണ്: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. വിശുദ്ധ സ്നാപക യോഹന്നാനിൽ നിന്ന് ഈശോ ജ്ഞാനസ്നാനം സ്വീകരിച്ചപ്പോൾ സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നു. സ്വർഗത്തിൽ നിന്ന് കേട്ട സ്വരം: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയമുള്ളവരെ, സ്വർഗം ഇന്ന് നമ്മളെ നോക്കി പറയുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും അഭിഷേകമുള്ള വചനമാണ്: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവൾ എൻ്റെ പ്രിയപുത്രി, ഇവനിൽ, ഇവളിൽ, ഇവരിൽ, ഈ കുടുംബത്തിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. നമ്മളെ നോക്കി, നമ്മുടെ വ്യക്തി ജീവിതത്തെ നോക്കി, നമ്മുടെ കുടുംബത്തെ നോക്കി, നമ്മുടെ പ്രിയപ്പെട്ടവരെ നോക്കി ഈശോ സ്വർഗം പറയുവാൻ ആഗ്രഹിക്കുന്ന വചനമാണ്: ഇവൻ എൻ്റെ പ്രിയപുത്രൻ, എൻ്റെ സ്വന്തമെന്ന്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനെന്ന് ഈശോ നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം അതാകുമ്പോൾ അത്രത്തോളം കൃപയോടെ ഈശോയുടെ ഏറ്റവും പ്രിയപ്പെട്ടവരാകാം. സ്വർഗത്തിൻ്റെ കൃപകളാൽ നിറയപ്പെട്ട ഒരു നന്മ നിറഞ്ഞ ജീവിതം പരിശുദ്ധ അമ്മ. അതുകൊണ്ടല്ലേ പരിശുദ്ധ അമ്മ ഇങ്ങനെ സ്വർഗം അഭിസംബോധന ചെയ്ത്, നന്മ നിറഞ്ഞവളെ സ്വസ്തി. സ്വർഗം പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമാണ് അമ്മയോട് പറഞ്ഞത്, ഈശോയോട് പറഞ്ഞത്. ഇതാ നമ്മളെ നോക്കി പറയും. അതിനുവേണ്ടി നമുക്കും പ്രാർത്ഥിച്ചൊരുങ്ങാം. ഇവൻ എൻ്റെ പ്രിയപുത്രൻ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈശോ ഇന്നിതാ നിന്നെ നോക്കി പറയുന്ന, നിന്റെ കാതുകളിൽ പറയുന്ന: നീ എൻ്റെ പ്രിയപുത്രനാട്ടോ, നീ എൻ്റെ പ്രിയപുത്രിയാട്ടോ. ഈശോ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഈശോയുടെ പ്രിയ മക്കളായിട്ട് വളരുവാൻ ദിവ്യകാരുണ്യ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥനയോടെ നമ്മുടെ നിയോഗങ്ങളെ തിരുവൽത്താരയിലേക്ക് നമുക്ക് ചേർത്ത് വയ്ക്കാം. ഈശോയുടെ കൃപകൾ നമുക്ക് ഒരുമയോടെ ആരാധിച്ച് സ്വന്തമാക്കാം. ഗോതമ്പപ്പത്തോളം ചെറുതായി ഞങ്ങളോടൊപ്പമായിരിക്കുന്ന, ഞങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ പരമാദിവികാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും ഭക്തിയോടെ ദിവികാരുണ്യ ഈശോയുടെ തിരുമുൻപിൽ നമുക്കായിരിക്കാം. അമ്മയോടൊപ്പം ആത്മീയ ശുശ്രൂഷയിൽ ഈ ദിനങ്ങളിലെല്ലാം ദിവികാരുണ്യ ഈശോ നമ്മളെ സമൃദ്ധമായിട്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, ഇതാ ഈ തിരുവൽത്താരയിൽ നിന്ന് ഈശോ നമ്മളെ ഓരോരുത്തരെയും നോക്കി പറയുവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കാതുകളിൽ പറയുന്ന ഏറ്റവും മനോഹരമായ കാര്യം ഇതാണ്: നീ എൻ്റെ പ്രിയ മകനാട്ടോ, നീ എൻ്റെ പ്രിയ മകളാ. സങ്കടപ്പെടണ്ട. ചിലപ്പോൾ ഒറ്റയ്ക്കായിപ്പോയി പരാജയങ്ങളിലൂടെ കടന്നു പോകുന്നു, ചില സങ്കടങ്ങളിലൂടെ കടന്നു പോകുന്നു, ആരും വേണ്ടത്ര കരുതുന്നില്ല, സ്നേഹിക്കുന്നില്ല, ഒറ്റപ്പെടലിൻ്റെ വലിയ വേദന അനുഭവിക്കുന്നു, നിരാശയിലൂടെ കടന്നു പോകുന്നു. പ്രിയമുള്ള സഹോദര സഹോദരി, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥ ഏതുമായിക്കൊള്ളട്ടെ, കർത്താവ് പറയുകയാ: ഇതാ ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചാലും, നിന്നെ കരുതുന്ന ഒരു ദൈവം ഉണ്ട് കേട്ടോ, നിന്നെ താങ്ങുന്ന ഒരു ദൈവം ഉണ്ട് കേട്ടോ. പെറ്റമ്മയേക്കാൾ അധികമായി നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ വേളയിലും നിന്നെ ചേർത്ത് പിടിക്കുന്ന ഈശോ കൂടെയുണ്ട്. ഈശോയെ, നിന്റെ തിരുസന്നിധിയിലായിരുന്നു പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ ജീവിതത്തെ നീ ചേർത്ത് പിടിക്കണമേ, നീ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. ഇതാ ഈശോ നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ച് പൊതിഞ്ഞു പിടിച്ചെന്നതുപോലെ പറയുകയാ: നീ എൻ്റെ പ്രിയ മകനാ, പ്രിയ മകളാ. സ്വർഗം നമ്മെ നോക്കി പറയുവാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും മനോഹരമായ കാര്യം: കർത്താവേ, അങ്ങയുടെ പ്രിയപ്പെട്ട മകനായി, മകളായി ജീവിക്കുവാൻ എൻ്റെ എളിയ ജീവിതത്തെ നാഥാ നീ കൃപയാർന്ന് അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനകളെ, യാചനകളെ ഈ തിരുവൽത്താരയിലേക്ക് ചേർത്ത് വയ്ക്കാം. ഈ ശുശ്രൂഷയുടെ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്ന എല്ലാവരുടെ നിയോഗങ്ങൾ ഈശോയെ ചേർത്ത് വയ്ക്കുന്നു. പ്രാർത്ഥന നിയോഗങ്ങളുടെ മേൽ നിൻ്റെ കൃപയാർന്ന കരം നീട്ടണമേ, നിൻ്റെ അനുഗ്രഹത്തിൻ്റെ കരം നീട്ടണമേ. ദിവികാരുണ്യ ഈശോയെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ. എല്ലാവരെയും സമർപ്പിച്ച്
കരങ്ങൾ കൂപ്പി നമുക്ക് ദിവ്യകാരുണ്യത്തോടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ഇന്നേരവും സ്തുതി ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.